സുനാമി ഭീതിയിൽ ജപ്പാനെ പിടിച്ചുകുലുക്കിയ ഭൂകമ്പ പരമ്പരകൾക്ക് ശേഷം രാജ്യം ഇപ്പോൾ നിലനിൽപ്പിനായുള്ള അതീവ ഭീതിയിലാണ്. റിക്ടർ സ്കെയിലിൽ 8 അതിൽ കൂടുതലോ തീവ്രതയുള്ള മെഗാ ക്വേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള മരണതുല്യമായ മുന്നറിയിപ്പുമായി ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി രംഗത്തു വന്നിരിക്കുന്നു. ഡിസംബർ 16 വരെയാണ് ഈ ഭീഷണമായ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത്. അതായത് ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്ന ഈ സമയത്തിനുള്ളിൽ ലോകം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്ന് ജപ്പാനെ വിഴുങ്ങിയേക്കാം എന്ന ആശങ്കയിലാണ് രാജ്യം മുഴുവൻ. 2011 വന്നതിനേക്കാൾ ഇരട്ടി ഉയരത്തിൽ സുനാമി ജപ്പാനിൽ വന്നേക്കാമെന്നാണ് മുന്നറിയിപ്പ്. ജപ്പാനിലെ ഏറ്റവും വലിയ ഭൂകമ്പമുണ്ടായത് 1923 1923 സെപ്റ്റംബർ 1 ജപ്പാന്റെ തലസ്ഥാന നഗരമായ ടോക്കിയോയിലും അയൽപ്പക്കത്തുള്ള സിറ്റി ഓഫ് സിൽക്ക് യൊക്കോഹോമയിലും ഉച്ചയ്ക്ക് തൊട്ടു മുമ്പ് 7.9 തീവ്രത രേഖപ്പെടുത്തിയ വലിയ ഭൂകമ്പം ഉണ്ടായി. ഈ ഭൂചലനത്തിൽ ടോക്കിയോയിലെ പകുതിയിലധികം ഇഷ്ടിക കെട്ടിടങ്ങളും യൊക്കോഹാമയിലെ മിക്ക കെട്ടിടങ്ങളും ലക്ഷക്കണക്കിന് വീടുകളും തകർന്നു വീഴുകയും 10,000-കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. 1923 ടോക്കിയോ യൊക്കോഹാമ ഭൂകമ്പം എന്നും അറിയപ്പെടുന്ന ഗ്രേറ്റ് കാൻറ്റോ ഭൂകമ്പം 1,40,000-ലധികം പേരുടെ മരണത്തിന് കാരണമായി. ഏകദേശം 1.5 ദശലക്ഷം ആളുകളെ ഭവനരഹിതരാക്കി. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വിനാശകരമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് ഇത്. ജപ്പാനിൽ ആളുകൾ തുറന്ന തീയിൽ പാചകം ചെയ്യുന്ന സംഭവം ഉള്ളതുകൊണ്ടും ആളുകൾ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നതിനിടെ ഭൂകമ്പം ഉണ്ടായതിനാലും നിരവധി കെട്ടിടങ്ങളാണ് കത്തിനശിച്ചത്. ഭൂകമ്പം തീപിടുത്തങ്ങൾക്ക് കാരണമായി. വടക്കൻ ജപ്പാനിലെ നോട്ടോ പെനിൻസുലയുടെ തീരത്തുനിന്ന് കടന്നുപോയ ഒരു ചുഴലിക്കാറ്റ് മൂലമുണ്ടായ ശക്തമായ കാറ്റ് തീജ്വാലകൾ വ്യാപിപ്പിക്കുകയും ഭയാനകമായ കൊടുങ്കാറ്റുകൾ സൃഷ്ടിക്കുകയും ചെയ്തു. സെപ്റ്റംബർ 1 ഭൂകമ്പത്തിൽ ജലവിതരണ സംവിധാനങ്ങൾ തകർന്നതിനാൽ ടോക്കിയോയുടെ ഏകദേശം 45% കത്തിനശിച്ചിട്ടും സെപ്റ്റംബർ 3 വരെ തീ അണഞ്ഞിരുന്നില്ല. ചില ഗവേഷകർ വിശ്വസിക്കുന്നത് ടോക്കിയോയ്ക്ക് കീഴിൽ കൂടിച്ചേരുന്ന 3 പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകളുടെ സമ്മർദ്ദിതവും സൂക്ഷ്മവുമായ ഹോൾട്ട് ലൈനിൽ അന്തരീക്ഷമർദ്ദം അനുഭവപ്പെട്ടപ്പോൾ ഉണ്ടായ ചുഴലിക്കാറ്റ് ഭൂകമ്പത്തിന് കാരണമായി എന്നാണ്. ഈ ആഘാതത്തിൽ സഗാമി ഗൾഫിലെ അച്ചാമിയയിൽ 39.5 അടി ഉയരത്തിൽ വീശിയ സുനാമിയും ഉണ്ടായിരുന്നു. തുടർന്ന് 60 പേർ കൊല്ലപ്പെടുകയും 155 വീടുകൾ നശിക്കുകയും ചെയ്തു. ടോക്കിയോയിൽ ഭൂകമ്പ നാശനഷ്ടങ്ങൾ വളരെ ഗുരുതരമായിരുന്നു. ഭൂകമ്പത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ റിപ്പോർട്ട് ചെയ്തത് പ്രാരംഭ ഭൂകമ്പം ഏകദേശം 14 സെക്കൻഡ് നീണ്ടുനിന്നുവെന്നും ടോക്കിയോയ്ക്ക് തൊട്ടുതൊട്ടുള്ള യോക്കോഹാമയിലെ മിക്കവാറും എല്ലാ കെട്ടിടങ്ങളും നിലം പരിശാക്കാൻ ഇത് പര്യാപ്തമായിരുന്നു എന്നുമാണ്. ജപ്പാൻ നിരവധി വിനാശകരമായ ഭൂകമ്പങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. 1923 ദുരന്തത്തിന് 7 പതിറ്റാണ്ടിനു ശേഷം 1995 ജനുവരി 17 കോംബോയിൽ ഒരു ഭൂകമ്പമുണ്ടായി. ഈ കോംബെ ഭൂകമ്പം നിഷിനോമിയയിൽ ഏകദേശം 6,400 മരണങ്ങൾക്കും വ്യാപകമായ തീപിടുത്തങ്ങൾക്കും മണ്ണിടിച്ചിലിനും കാരണമായി. തുടർന്ന് 2011 മാർച്ച് 11 ജപ്പാനിലെ സെൻഡായി നഗരത്തിന് തീരത്ത് 9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായി. ഈ ടൊഹോക്കു ഭൂകമ്പവും സുനാമിയും ജപ്പാനിൽ നിരവധി വിനാശകരമായ സുനാമികൾക്ക് കാരണമായിട്ടുണ്ട്. ഏകദേശം 18,000 പേർ മരിച്ചു. ഇത് രാജ്യത്ത് വൻ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഫുക്കുഷിമ ഡെയ്ച്ചി ആണവ ദുരന്തത്തിന് ഇത് വഴിവെച്ചു. ടൊഹോക്കു തീരത്ത് കടലിനടിയിൽ 9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്നുണ്ടായ കൂറ്റൻ സുനാമി 40 മീറ്റർ വരെ ഉയരമുള്ള തിരമാലകളുമായി വടക്കുകിഴക്കൻ ജപ്പാനിലേക്ക് ആഞ്ഞടിച്ചു. റിക്കു സെൻഡകത, മിനാമി സാൻഡിക്കു, ഒനഗാവ തുടങ്ങിയ തീരദേശ സമൂഹങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ ഏതാണ്ട് പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടു. സുനാമി ജെറ്റ് വിമാനത്തിന്റെ വേഗതയിൽ നീങ്ങിയതിനാൽ താമസക്കാർക്ക് രക്ഷപ്പെടാൻ വളരെ കുറഞ്ഞ സമയം മാത്രമേ ലഭിച്ചുള്ളൂ. ഏകദേശം 20,000 പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകളെ കാണാതാവുകയും ചെയ്തു. 4,70,000-ലധികം പേർക്ക് വീട് നഷ്ടപ്പെട്ടു. ഈ ദുരന്തം ഒരു ആഗോള ആണവ പ്രതിസന്ധിക്കും കാരണമായി. ഫുക്കുഷിമ ഡൈച്ചി ആണവ നിലയത്തിന്റെ കടൽ ഭിത്തികളിൽ കൂറ്റൻ തിരമാലകൾ ആഞ്ഞടിച്ചതോടെ 3 റിയാക്ടറുകളിൽ ഉരുകലുണ്ടായി. റേഡിയേഷൻ ചോർച്ച 10,000-കണക്കിന് ആളുകളെ നിർബന്ധിതമായി ഒഴിപ്പിക്കാൻ കാരണമായി. അവരിൽ പലരും പിന്നീട് ഒരിക്കലും തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചെത്തിയില്ല. ചെർണോബിലിന് ശേഷമുള്ള ഏറ്റവും വലിയ ആണവ ദുരന്തമായി ഇത് ഇന്നും തുടരുന്നു. 2011 ഭൂകമ്പത്തിന്റെയും സുനാമിയുടെയും ആകെ സാമ്പത്തിക ചെലവ് ഏകദേശം $235 ബില്യൺ കണക്കാക്കപ്പെട്ടു. 4 പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ജപ്പാൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പ സുനാമി സാധ്യതാ പ്രദേശം. ലോകമെമ്പാടും സംഭവിക്കുന്ന ഭൂകമ്പങ്ങളുടെ 18%-ലധികവും ജപ്പാനിലും സമീപ പ്രദേശങ്ങളിലുമാണ് എന്ന് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിസ്മോളജി ആൻഡ് എർത്ത്ക്വേക്ക് എഞ്ചിനീയറിംഗിലെ സിസ്മോളജിസ്റ്റ് സൈക്കോ കിറ്റോ പറയുന്നു. ജപ്പാനിൽ എല്ലാ വർഷവും ഏകദേശം 1,500 ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. കൂടാതെ ഓരോ 5 മിനിറ്റിലും രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഭൗമചലനങ്ങൾ രേഖപ്പെടുത്താറുമുണ്ട്. കൂടാതെ 400-ലധികം സജീവ അഗ്നിപർവ്വതങ്ങളുള്ള പസഫിക് സമുദ്രത്തിലെ റിംഗ് ഓഫ് ഫയർ എന്ന് വിളിക്കപ്പെടുന്ന മേഖലയും ജപ്പാനിലൂടെയാണ് കടന്നുപോകുന്നത്.
കൂടുതൽ ചരിത്ര വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ്